ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ ക്ലിക്ക് മീഡിയയുടെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തന്നെ കുറച്ചു നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് 2020 ജൂൺ മാസത്തോടു കൂടി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി വിതരണം അവസാനിക്കുകയാണ് എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരി വിതരണം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. എത്ര കാലം നമുക്ക് ഇത്തരത്തിൽ ലഭിക്കും, അതോടൊപ്പം തന്നെ ആർക്കൊക്കെ ലഭിക്കും, എന്നാണ് നമ്മൾ റേഷൻ കടയിൽ പോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് 5 കിലോ അരിയും അതോടൊപ്പം തന്നെ 1 കിലോ ചെറുപയർ അല്ലെങ്കിൽ കടല, ഇത് ഒരു കാർഡിനാണ് നമുക്ക് ലഭിക്കുക. നമുക്ക് മുന്നേ ലഭിച്ച പോലെ തന്നെ ആയിരിക്കും. ഒരു വ്യക്തിക്ക് 5 കിലോ അരി വീതവും ഒരു കാർഡിന് 1 കിലോ കടല അല്ലെങ്കിൽ ചെറുപയർ. ഓക്കെ, ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കേരള സർക്കാരിൻ്റെ അരി വിതരണത്തിന് ശേഷമായിരിക്കും ഇത്. അതായത് നമുക്ക് സാധാരണ നമ്മൾ റേഷൻ കടയിൽ ഓരോ മാസവും ലഭിക്കുന്നതിന് ശേഷം, അതായത് 20-ാം തീയതിക്ക് ശേഷം നിങ്ങൾ റേഷൻ കടയിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ അരി ലഭിക്കുന്നതാണ്. അരിയും അതോടൊപ്പം തന്നെ 1 കിലോ കടല, ചെറുപയർ അതിലേതെങ്കിലുമൊക്കെ ലഭിക്കും. ഒരു കാർഡിനാണ് 1 കിലോ എന്ന് പറയുന്നത്. ഏകദേശം 90,000 കോടിയുടെ പദ്ധതിയാണ്, ആ ഒരു ബഡ്ജറ്റാണ് ഇതിനായിട്ട് കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം നമുക്ക് നവംബർ വരെ ഈ ഒരു ആനുകൂല്യം ലഭിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത് വളരെ നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ജൂലൈ ആണ്, നവംബർ വരെ ഈ ഒരു സഹായം നമുക്ക് ലഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മുന്നേ ലഭിച്ച പോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽ പെട്ടിട്ടുള്ള കാർഡ് ഉടമകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക. അതായത് BPL കാർഡിൽ ഉൾപ്പെട്ടവർക്കാണ് ഇത് ലഭിക്കുക. APL കാർഡിൽ ഉൾപ്പെട്ടവർക്ക് പ്രത്യേകം എന്തെങ്കിലും സ്കീം കേരള സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇനി അനുവദിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ ആവട്ടെ. APL കാർഡും അവരൊക്കെ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടിലായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.